ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. കൊച്ചിയിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തത് നിരവധി വിശ്വാസികൾ. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. പള്ളികളിലും വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണ് നമസ്കാരത്തിന് ഉണ്ടായത്. പരേഡ് ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിന് ഷെരീഫ് മൗലവി നേതൃത്വം നൽകി. പാളസരാമൻ മൈതാനിയിൽ ഷിയ സലഫിയും കരിപ്പാലം മൈതാനിയിൽ ഷറഫുദ്ദീൻ നദ്വിയും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. കൽബത്തി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ TH അബ്ദുൽ ഖാദർ മൗലവിയും പടിഞ്ഞാറക്കോട് മൊഹീദ്ദീൻ പള്ളിയിൽ K സിദ്ദീഖ് നിസാമിയും മഹദറപ്പള്ളി മഹലിൽ PSK മൊയ്തു ബാക്കവിയും ഇളയകോവില മുസ്ലിം മഹലിൽ K അബ്ദുൽ മജീദ് മൗലവിയും ചെമ്പിട്ടപ്പള്ളിയിൽ അഷ്റഫ് സക്കാഫിയും മുഹമ്മദ് പള്ളി തങ്ങൾ നഗറിൽ അൻസാർ മന്നാനിയും റഹ്മാനിയ ജുമാ മസ്ജിദ് തമ്പ്യാപുരത്ത് സാലിം ഫൈസിയും തുരുത്തി ജുമാ മസ്ജിദിൽ സുൽഫിക്കർ മൗലവിയും പുത്തിരിക്കാട് പള്ളിയിൽ നൂഹ് സക്കാഫിയും മാലാമ്പുറം പള്ളി ബിലാൽ സക്കാഫിയും കുന്നുംപുറം പള്ളിയിൽ അബൂബക്കർ സക്കാഫിയും അമരാവതി മുസ്ലിം ജമാഅത്തിൽ സൈഫുദ്ദീൻ ബാക്കവിയും ചിറക്കൽ നൂറുൻ ഈമാ മസ്ജിദിൽ ഹനീഫ് സക്കാഫിയും ചക്കരടുക്ക് പള്ളിയിൽ സയ്യിദ് മൗലവിയും അൽബയ മസ്ജിദ് നെല്ലുകടവിൽ മുഹമ്മദ് ഷബീർ നൂറാനിയും സുന്നി സെന്ററിൽ നൂറുൽ ഹുദ ഫാദിലിയും മസ്ജിദിൽ ഇസ്ലാം ഫോർട്ട് കൊച്ചിയിൽ ഉസൈൻ സുലാഹിയും പട്ടാളം ഹനഫി മസ്ജിദിൽ ഷാജഹാൻ സക്കാഫിയും ചന്ദനപ്പള്ളിയിൽ ഷെരീഫ് അൻവരിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുകയും കാരുണ്യവാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമായി ഞാൻ എന്നോടെന്നതുപോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.